തമിഴ്നാട്ടിൽ MBBS നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കേരളത്തിലെ എത്ര മാർക്കുള്ള കുട്ടികൾ തമിഴ്നാട്ടിൽ MBBS നോക്കണം. അതുപോലെ തന്നെ ഈ വർഷം നമുക്ക് തമിഴ്നാട്ടിൽ സേഫായിട്ട് ഒരു MBBS സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എത്ര നീറ്റ് സ്കോർ ആവശ്യമാണ്, അതുപോലെ തന്നെ എത്ര ഓൾ ഇന്ത്യ റാങ്ക് നമുക്ക് ആവശ്യമാണ്. തമിഴ്നാട്ടിൽ മലയാളം മൈനോറിറ്റി കോളേജുകൾ ഏതൊക്കെയാണ്, അവിടെ ഈ വർഷം നിങ്ങൾക്ക് ഒരു സീറ്റ് ലഭിക്കണമെങ്കിൽ എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്, അതുപോലെ എത്ര നീറ്റ് സ്കോർ നമുക്ക് ആവശ്യമാണ്, എത്ര ഓൾ ഇന്ത്യ റാങ്ക് നമുക്ക് ആവശ്യമാണ്. തമിഴ്നാട്ടിലെ സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകളും അതുപോലെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിലും നിങ്ങൾക്ക് അഡ്മിഷൻ വേണമെങ്കിൽ നിങ്ങൾ ഏത് വെബ്സൈറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. തമിഴ്നാട്ടിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. തമിഴ്നാട്ടിലെ സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജിൽ ഈ വർഷം ഫീസ് എത്രയാണ്, അതുപോലെ തന്നെ തമിഴ്നാട് പ്രൈവറ്റ് കോളേജുകളുണ്ട്, അവിടെ എത്ര രൂപയാണ് നിങ്ങൾ ഫീസ് നൽകേണ്ടത്. ഇതുപോലെ നിങ്ങൾ തമിഴ്നാട്ടിൽ സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജോ അല്ലെങ്കിൽ NRI അഡ്മിഷനോ അതല്ലാന്നുണ്ടെങ്കിൽ NRI ലാബ്സിന്റെ അഡ്മിഷനോ നോക്കുന്നവരാണെങ്കിൽ ക്ലിക്ക് ഓൺ ദിസ് ലിങ്ക് ടു രജിസ്റ്റർ. ഹു ആം ഐ? മൈസെൽഫ് സലാഹുദ്ദീൻ പിരാലി, എ മെക്കാനിക്കൽ എഞ്ചിനീയർ ടേൺ കരിയർ ഡിസ്കവറി കോച്ച്. കഴിഞ്ഞ 12 വർഷമായിട്ട് MBBS, MD, MS പോലുള്ള കോഴ്സുകൾക്ക് അഡ്മിഷനും ഗൈഡൻസും ആണ് എന്ത് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.